ഇപ്പോൾ എറണാകുളം അതിരൂപതയ്ക്കുള്ളിൽ നടന്നു വരുന്ന സംഭവങ്ങൾ എന്താണ്? വിശ്വാസികൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏകീകൃത കുർബാന ആഹ്വാനത്തെ ധിക്കരിക്കാൻ കോടതി ലക്ഷ്യം വെച്ചുകൊണ്ട് സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തെ തരം താഴ്ത്തി ജനത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ, ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് ബലിപീഠം മലിനപ്പെടുത്താൻ, ആഴ്ചയിൽ ആദ്യ ദിവസം രാവിലെ ബലിപീഠത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച ശേഷം പിന്നീട് വൈകുന്നേരം ഒന്നിലധികം ഇല്ലിസിറ്റ് കുർബാനകൾ അർപ്പിച്ച് അതേ ബലിപീഠത്തെ അശുദ്ധമാക്കുക, അങ്ങനെ തിന്മയ്ക്ക് മേൽ തിന്മ ചെയ്യാൻ ഒരു മനസാക്ഷി കുത്തുപോലുമില്ലാതെ ആഹ്വാനവും ആശീർവാദവും രേഖാമൂലം നൽകാൻ കഴിവുള്ള ഒരു മെത്രാൻ, അതിനെല്ലാം പിന്തുണ നൽകുന്നൊരു ആർച്ച് ബിഷപ്പ്. സിറോ മലബാർ സഭയിലെ സിനഡ് മെത്രാന്മാരെ നിങ്ങൾ എല്ലാവരും കൂടി സാത്താൻ്റെ രാജ്യം വളർത്താൻ ഒരുമിച്ച് യത്നിക്കുകയാണോ? ഈ പോക്ക് കണ്ടാൽ അങ്ങനെ തോന്നുകയുള്ളൂ. സിനഡ് മെത്രാന്മാരോടാണ്, മനസ്സാക്ഷി നിങ്ങളുടെ കഴിവുകേടിൽ നാണക്കേടുമുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഒന്ന് രാജിവെച്ച് പോകണം. ബസിലിക്കയിൽ കോടതി വിലക്കുള്ളത് കൊണ്ടാണല്ലോ അഡ്വാൻസ് പെറ്റീഷൻ ഫാദർ മങ്ങാട്ടച്ചൻ 2-3 പ്രാവശ്യം കൊടുത്തതും കോടതി അത് തള്ളിയതും. സ്റ്റാറ്റസ് കോ ധിക്കരിച്ച് അവിടെ നിരവധി കുർബാനകൾ അവതരിപ്പിച്ച ഫാദർ തോമസ് മങ്ങാട്ട് ഇതാ കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു. കോടതി അലക്ഷ്യം നടപ്പാക്കാനും മാർപ്പാപ്പയെ ധിക്കരിക്കാനും കത്തീഡ്രലിനെ ഒരു സാധാരണ പള്ളിയാക്കി മാറ്റാനും അവിടെ ജനാഭിമുഖമെന്ന ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് ബലിപീഠത്തെ കളങ്കപ്പെടുത്താനും ഒരു വൈദികനെ രേഖാമൂലം ആശീർവാദവും അനുമതിയും ഒക്കെ നൽകിയ ആദ്യത്തെ മെത്രാനാകും ഈ പാമ്പ്ളാനി മെത്രാൻ. അവസാനത്തെ മെത്രാൻ കൂടിയാകട്ടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. വൈദികരെയും ജനത്തെയും തിന്മയിലേക്ക് നയിക്കുന്ന ഒരു വികാരി മെത്രാനും നിശബ്ദരായിരുന്നു കൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും രാജിവെക്കണം എന്ന് തന്നെയാണ് ഈ പ്രവൃത്തികളൊക്കെ കണ്ട് വിശ്വാസികൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ലിയോ 14 മാർപ്പാപ്പ ഈശോയുടെ നാമത്തിൽ അത് ചെയ്തു തരട്ടെ എന്നിപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാം കൈവിട്ടു പോയ അവസ്ഥയാണ്. പല മുതിർന്ന വൈദിക ശ്രേഷ്ഠന്മാരും പറയുന്നുണ്ട്, ജനാഭിമുഖ കുർബാന എന്നൊരു പദം പോലും നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ലെന്ന്. അവിടെ വേണ്ടത് വ്യക്തമായ ഏകീകൃത കുർബാന, അൾത്താര അഭിമുഖ കുർബാന എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയാം. വൈദികൻ സംസാരിക്കുന്നത് ഈശോയോടാണ്, അല്ലാതെ വിശ്വാസികളുടെ മുഖത്ത് നോക്കിയല്ല. വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു പുരോഹിതൻ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിയാണ് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെ ജനാഭിമുഖമാകും? ജനാഭിമുഖമായാൽ എങ്ങനെ അത് ഈശോയോടുള്ള വർത്തമാനമാകും? വിശ്വാസികൾക്ക് അതിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അൾത്താര അഭിമുഖ കുർബാന, അതിനെ ഏകീകൃത കുർബാന എന്ന് വേണമെങ്കിലും പറയാം. അതാണല്ലോ പാമ്പ്ളാനിയുടെ 50-80 ഫോർമുല. സമവായ കുർബാന, ഏകീകൃത കുർബാന, എന്തായാലും ഇതെന്ത് പേരിട്ട് വിളിച്ചാലും അത് അൾത്താര അഭിമുഖമായ കുർബാന അർപ്പണം തന്നെയാണ്. വത്തിക്കാൻ ആവശ്യപ്പെട്ട പ്രകാരം ഒരു തവണ അൾത്താര അഭിമുഖ കുർബാന, ഏകീകൃത കുർബാന ബസലിക്കയിൽ സെൻറ് മേരീസ് ബസലിക്കയിൽ നടത്തുന്നു. തൊട്ടു പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി നിരവധി ഇല്ലിസിറ്റ് കുർബാനകൾ. ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരെ വിശ്വസിപ്പിക്കാനാണ്? ഏത് വിശ്വാസികൾക്ക് വേണ്ടിയാണെന്നത് മെത്രാനും സമാധാനം പറയണം, ആർച്ച് ബിഷപ്പും പറയണം. ജോസഫ് മാർ പാമ്പ്ളാനി ബിഷപ്പിനാകട്ടെ ജനാഭിമുഖം എന്ന് കേൾക്കുന്നത് തന്നെ ഒരു ഹരമാണ്. ഏകീകൃതം എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് കാതുകൾ വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മെത്രാനാണ്, ബിഷപ്പാണ്. അങ്ങേക്ക് എന്ത് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനാഭിമുഖ കുർബാനയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില വിമത വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കാൻ അങ്ങ് മുൻകൈയിട്ടിറങ്ങുന്നതെന്ന് വിശ്വാസികൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നത്? ശരിക്കുമുള്ള വസ്തുത എന്താണ്? എന്തിനാണ് മാർ പാമ്പ്ളാനി ഒരു പിതാവായിരിക്കെ, ഒരു വന്ധ്യ പിതാവായിരിക്കെ ഇത്തരത്തിൽ വിശ്വാസി വിരുദ്ധമായ ചില പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുന്നു? വർഷങ്ങളോളം അടഞ്ഞു കിടന്നതാണ് സെൻറ് മേരീസ് ബസലിക്ക. 1 വർഷമായില്ല അത് ഒരു തരത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട്. അത് വത്തിക്കാൻ്റെയും സിനഡിൻ്റെയും ഒക്കെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ കാരണം. അന്ന് സെൻറ് മേരീസ് ബസലിക്ക തുറന്നു കൊടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച വൈദികരെയും വൈദിക ശ്രേഷ്ഠരെയും ഒക്കെ നാടുകടത്തിയാണ് പാമ്പ്ളാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പത്തേക്ക് വന്നത്. എന്നിട്ടെന്തായി? വിശ്വാസികൾക്ക് യാതൊരുവിധ മനസ്സമാധാനമോ ക്ഷേമമോ സൗഖ്യമോ
ആരാധനാ വിശ്വാസമോ ഒന്നുമില്ലാത്തൊരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ ഇല്ലിസിറ്റ് കുർബാനകൾ ഒന്നിനു പിറകെ ഒന്നായി ആചരിക്കുക, നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് മറ്റൊരു തരത്തിൽ വേണം പറയാൻ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിലായതുകൊണ്ട് ആ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുമില്ല. ഒരു ബിഷപ്പാണ്, മേജർ പാംപ്ലാനിയാണ്. തട്ടിൽ പിതാവ് എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് മൗനം പാലിച്ചു നിൽക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആർച്ച് ബിഷപ്പും മെത്രാനും സിനഡും എല്ലാവരും വേണമെങ്കിൽ ഇറങ്ങിപ്പോകണം. വീണ്ടും വരട്ടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണം. എന്തു വന്നാലും വിശ്വാസികൾക്ക് ബസലിക്ക വേണം, അവരുടെ ഇടവകകൾ വേണം, അവർക്ക് ഏകീകൃത കുർബാന വേണം. അൾത്താര അഭിമുഖമായി തന്നെ വൈദികൻ പുരോഹിതൻ കുർബാന ചൊല്ലിക്കൊടുക്കുകയും വേണം. അതാണ് വിശ്വാസികളുടെ ആവശ്യം, അവരുടെ സന്തോഷം, അവരുടെ മനസ്സമാധാനത്തിനുള്ള ഏക മാർഗം. അതിന് ഒരു വഴിയുണ്ടാക്കി നൽകാൻ ഈ ബിഷപ്പുമാർക്ക് മെത്രാന്മാർക്കൊന്നും കഴിയുന്നില്ലെങ്കിൽ കോടതി ഇലക്ഷൻ ചെയ്യാനും മാർപ്പാപ്പയെ ധിക്കരിക്കാനും കത്തീഡ്രൽ ഒരു സാധാരണ പള്ളിയാക്കി മാറ്റാനും അവിടെ ഇല്ലിസിറ്റ് കുർബാനകൾ അർപ്പിച്ച് ബലിപീഠത്തെ കളങ്കപ്പെടുത്താനും ഒരു വൈദികന് ഇത്രയ്ക്ക് ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ അത് ചില മെത്രാന്മാരുടെ പിന്തുണ ഇല്ലാതെ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പാംപ്ലാനി പിതാവ് ഈ വൈദികന് ഇത്തരം ഇല്ലിസിറ്റ് കുർബാനകൾ അർപ്പിക്കാൻ അനുമതി നൽകി. ഈ വൈദികനെ രേഖാമൂലം അധികാരവും പിന്തുണയും കരുത്തുമൊക്കെ ചെവിയിൽ ഓതിക്കൊടുത്ത പാംപ്ലാനി പിതാവ് ഒരു നിമിഷം പോലും ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് വിശ്വാസികൾ ശക്തമായി ആവശ്യപ്പെടുന്നതും.